പച്ചപ്പനന്ദത്തെ കിന്നാരപ്പൂമുത്തി ആഹാ എന്റെ തലേന്ന് പറന്നുപോയ 2 കിളികളാ വന്നിരിക്കുന്നത്. കിളികളല്ല, ഞങ്ങൾ തത്തകളാ. തത്ത കിളിപ്പെട്ടിട്ടാണല്ലോ, അല്ലെ കിളിപ്പാട്ട് രാമായണം എന്ന് പറയുന്നത് തന്നെ തത്തയെ കിളിയായിട്ട് കണക്കാക്കുന്നുണ്ടല്ലോ. കിളിയും കൂടെ പെട്ടതാണ്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. പറന്ന് വന്ന് 2 പറഞ്ഞിട്ട് പറന്ന് പോവാൻ വേണ്ടി തന്നെ പറന്ന് വന്നത്. അങ്ങനെ വന്നതാ ആണ് വർത്താനം പറയുന്നത് തത്ത അല്ലേ? അയ്യോ, ഞങ്ങൾ തേനും മൈമ്പൊക്കെ ഒരുപാട് കഴിക്കുന്ന നാഗനൊക്കെ നല്ല ബല, നല്ല മണിമണി പോലെ സംസാരിക്കും. പനയോല തിന്നാ പെട്ടെന്ന് വർത്താനം പറയുന്ന പറയും തത്ത. തേന് മുഴുവനും വാരി തിന്നവർക്ക് ഇപ്പൊ ഷുഗർ പിടിച്ച് കിടക്കുന്നു. ഞങ്ങള് സാറിനെ കാണാൻ വേണ്ടി വന്നതാ. എന്നെ കാണാനോ? പഞ്ചവർണ്ണ തത്ത എന്ന് പറഞ്ഞ സിനിമ ചെയ്തല്ലോ. ചെയ്തു. ആ സിനിമയ്ക്കകത്ത് ഞങ്ങളെ നാടൻ തത്തകൾക്ക് ആർക്കേലും ഒരു അവസരം താങ്കൾ തന്നില്ല. അത് സങ്കടമാണ്. ഇല്ല, ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഈ നാട്ടിലെ തത്ത നിയമപ്രകാരം നമ്മൾ വീട്ടിൽ വളർത്താൻ പോലും പാടില്ല. ഇപ്പൊ അത് വന്യജീവി വകുപ്പിൽ പെട്ടുപോയി. നിങ്ങൾ അതിനകത്ത് എടുത്തു, നിങ്ങളെ പോലീസിലെടുത്തു എന്ന് പറയുന്നതല്ലേ. അപ്പൊ ഉപയോഗിക്കാൻ പാടില്ല. എന്നാലും കൂട്ടിനകത്തിരുന്ന് ഗോതമ്പ് പറിക്കുന്ന ഒരു സീനെങ്കിലും തരാം. ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഈ പഞ്ചവർണ്ണ തത്ത മറ്റേ ഇതാ വിദേശ പക്ഷിയാ. വിദേശത്തുള്ള ഒരു സാധനത്തിൽ ഇന്ത്യയിലുള്ള ഒരു നിയമം ബാധകമല്ല. നിങ്ങളുടെ നിയമം ഗവൺമെന്റിനോട് പറഞ്ഞിട്ട് ഈ മലന്തത്ത ഇതൊന്ന് മാറ്റാൻ പറ്റുമെന്നുള്ളൂ. നോക്കൂ തത്തയുടെ കാര്യത്തിൽ. ഇനി അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി. അല്ലെങ്കിലും അങ്ങനെ നമ്മുടെ ഇവിടെ ഉള്ള സിനിമകളിലാണെങ്കിലും സീരിയലുകളാണെങ്കിലും മെയിൻ നടിമാരെ അങ്ങ് അമേരിക്കയെന്നും സ്വിറ്റ്സർലാൻഡിലെന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ അല്ലേ കൊണ്ടുവരുള്ളൂ. തമിഴ്നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവരും. ആന്ധ്രയിൽ നിന്നൊക്കെ അരി ഇറക്കുന്ന പോലെ. ഒരു കാലഘട്ടം മുഴുവൻ സിനിമ നിങ്ങൾ ഉണ്ടായിരുന്നല്ലോ. എന്തോരം പാട്ട് സീനിലൊക്കെ തത്താണ്. പഞ്ചവർണ്ണ പൈങ്കിളി പെണ്ണെന്ന് പറഞ്ഞു മഞ്ജു വാര്യർ നടക്കുന്ന കല്യാണി കളവാണി എന്നുള്ള പാട്ടിലെ ലളിത ചേച്ചി തത്തയായിട്ടിരിക്കുന്നു. നിങ്ങളുടെ മുത്തച്ഛനും നിങ്ങളുടെ ബന്ധത്തിൽപ്പെട്ട അതുപോലെ തന്നെ എത്രയോ സിനിമകളിൽ പക്ഷിശാസ്ത്രം. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾക്ക് അവസരം തരാത്തത് മോശമായി പോയി. പിന്നെ ഒരു സങ്കടമെന്ന് ഞങ്ങൾക്ക് ഒരു സന്തോഷം എന്താന്ന് വെച്ചാല് അതിനകത്ത് മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഞങ്ങളുടെ 2020 സിനിമയായിരുന്നു. ഒരു മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ജീവികളുള്ള സിനിമ. അത് തന്നെ നമ്മളെ 2020 സിനിമ. 2020 നിങ്ങൾ എല്ലാരും ഉൾപ്പെടുത്തുന്നുണ്ട്. ഉൾപ്പെടുത്താം. അതുകൊണ്ട് നന്ദിയുണ്ട്. ഈ തത്തയ്ക്ക് ഒരു അല്പം ക്ഷീണമാണല്ലോ. എന്നാ പറ്റി? ഞാൻ പനയോല കഴിക്കുന്നില്ല. അതോ ലൈംഗംബീർ ഇരുന്നപ്പോ ഷോക്ക് അടിച്ചോ? ആ ചിറകൊക്കെ ചിറകന്നെ മടങ്ങിപ്പോയി. ഒരു തത്ത നല്ല വിരിഞ്ഞിരിക്കുന്നു, കൊളക്കോടി നിൽക്കുന്ന പോലെ. ഒരു തത്തക്ക് അങ്ങ് മടുപ്പാണല്ലോ. ഞാൻ പറഞ്ഞില്ലേ അവക്ക് ഷുഗർ പിടിച്ച് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ മെലിഞ്ഞ് ഒരുപാട് കാറ്റടി കൊള്ളാൻ പറ്റത്തില്ല, അന്നേരം ചുരുങ്ങും. പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ രമേശ് ചേട്ടാ, ഈ നിയമമൊക്കെ അങ്ങ് മാറുവാണെങ്കിലേ പഞ്ചവർണ്ണ തത്തയുടെ 2ാമത്തെ പാർട്ട് എടുക്കുമ്പോഴേ ഞങ്ങൾക്ക് ഒരു വേഷം തരുമോ? ഉറപ്പ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെയൊക്കെ. ഞാൻ മരത്തിൽ അവിടെ ഇവിടെ കാണണമെങ്കിൽ ഇതിന് നിയമപ്രകാരം ഈ പച്ച തത്തേനെ ഇപ്പൊ നമ്മളിവിടെ വളർത്താൻ പറ്റിയില്ല. അതാ പ്രശ്നം. അല്ലെ ഞാൻ പൊളിച്ചേനത്. നിങ്ങളുടെ ഡയറ്റ് എന്തൊക്കെയാ? ഈ തത്ത എന്തൊക്കെയാ ഡെയിലി തിന്നുന്നത്? കുറെ നേരം പനയോലയും തേനുമായിട്ട് നിൽക്കുന്നു. ഞാൻ ഗോതമ്പ് തിന്നും. ഗോതമ്പ്, പട്ടാണി, പയറുവർഗ്ഗങ്ങള്. അപ്പൊ യൂറിക് ആസിഡിന്റെ പ്രശ്നമൊന്നുമില്ല. അകലമുണ്ട്. അത് ചെയ്യുന്നില്ല, അങ്ങ് പോവാണ്. അപ്പൊ നമുക്ക് അവസരം തരാതെ പറഞ്ഞോ? പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പഞ്ചസാര വാക്കുകൊണ്ട് നെഞ്ചു തകരണു പൊന്നെ. പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണ്, കൊഞ്ചി വന്ന പെണ്ണ്, പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണ്, പഞ്ചസാര വാക്കുകൊണ്ട് നെഞ്ചു തകരണു പൊന്നെ. സന്തോഷമായി. ശരിക്കും ഒറിജിനൽ തത്തയ്ക്ക് നല്ല തലച്ചോറുണ്ട്. ഷുഗർ വന്ന തത്തയ്ക്ക് ഇതുപോലെ ആശ കൊടുക്കരുത് കേട്ടോ. പക്ഷെ ആ തത്ത ഒരൊറ്റ റൗണ്ട് അടിച്ചിട്ട് കിതക്കുന്നതാണ്. എനിക്ക് ടെൻഷനായിരുന്നു. കൊടുക്കാന്ന് പറഞ്ഞ അപ്പൊ എങ്ങാനും കറണ്ടടിച്ച് വീഴുവന്ന്. ഈ തത്ത ഒരു 30-35 കൊല്ലായി ഇങ്ങനെ തന്നെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. 35 കൊല്ലായി. ഒരു കൊമ്പിലും ഇരുത്തുന്നില്ല. രമേശ് ചേട്ടന്റെ കിളിക്ക് സുഖം തന്നെയാണ് ചോദിക്കാം. വീട്ടിലിരിക്കുന്ന കിളിക്ക് സുഖം തന്നെ. രമേശേട്ടന് കിളിയുണ്ടോ? ഓ, കിളിയല്ലേ കല്യാണം കഴിച്ചേക്കണത്. ഭാര്യ കിളിയെന്ന് വിളിക്കുന്ന വീട്ടില്. അങ്ങനെ പിന്നെ
ഞാനേ ഒരു കാര്യം പറയാം, വർത്താനം പറയുന്ന തത്തേന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്രയും വർത്താനം പറയുന്ന തത്തകളെ വർത്താനം ഞാൻ മാത്രോ? എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പോലീസ് ഞങ്ങള് കാട്ടിലോട്ട് കയറണം. അയ്യോ സംസാരിച്ച ഞങ്ങളുടെ ഇടപാട് വരും കാട്ടിൽ കയറിയ. ഞങ്ങളുടെ കുടുംബത്തിൽ കളിച്ച ശരിയല്ല, ഞങ്ങള് മിമിക്രി ആർട്ടിസ്റ്റ്. അതെ, നമ്മളെ കുടുംബത്തിൽ നടന്ന വലിയൊരു ദുരന്തത്തിനെ എടുത്ത് നിങ്ങൾ അതിനെ മിമിക്രിക്കാരെല്ലാം കൂടെ സ്റ്റേജുകളിൽ ഗെയിം ഷോ ആക്കി അതിനെ വിറ്റ് കാശുണ്ടാകും. മണി പോലെ കാശുണ്ടാക്കുന്ന ഞങ്ങള് ഇത്ര അങ്ങ് തരം താഴ്ത്തരായിരുന്നു ഞങ്ങളുടെ കുടുംബത്തെ കുറിച്ച് പറഞ്ഞു. എന്തായിരുന്നു ഏത് ഐറ്റം? നിങ്ങൾക്ക് അറിഞ്ഞൂടെ പത്തനാപുരത്ത് 10 പച്ചത്തത്ത ഒത്തയത്ത് കുത്തിയിരുന്നെന്ന്. എങ്ങനെ കുത്തിയിരുന്നെന്ന് ഈ കാണിക്കുന്ന മതി, അത് മനുഷ്യനെ കൊണ്ട് അങ്ങ് പറയിപ്പിക്കുക ഇരുത്തിക്കൊണ്ട് മിമിക്രിക്കാരൻ. എന്നിട്ട് ചിരിക്കുക. തുടങ്ങുമല്ലേ? അത് മോശമല്ല. ഞങ്ങളുടെ കുടുംബത്തിൽ നടന്ന വലിയൊരു ശരിക്കും അങ്ങനെ ഒരു ദുരന്തമല്ലേ? സംഭവം ഉണ്ടായിട്ടില്ല അല്ലേ? അയ്യോ, ഒരു ദുരന്തം ഉണ്ടായെന്ന്. അത് ദുരന്തം, അത് ഈ ഗെയിം ഷോക്കാരെടുത്താണ് അങ്ങനെ ചെയ്തത്. അങ്ങനെ ഇറക്കി കളഞ്ഞു. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ആ ദുരന്തത്തിന്റെ ഒരു ദിവസമാ. ചരമദിനം. ഇതിന്റെ എന്തോ പ്രതികാരം തന്നെയാണ് ഈ ആനകളും ഇടയ്ക്കിടയ്ക്ക് ആന അലറലോട് അതും ഇതിന്റെ കൂട്ടത്തിൽ വിൽക്കുന്നുണ്ട് ഗെയിം ഷോക്കാർ. അത് തന്നെ പുറകെ വരുന്നുണ്ട്. ഇത് കഴിയുമ്പോ വരുന്നുണ്ട് ഒരു എപ്പിസോഡ് അങ്ങനെ ആന ചോദിക്കാം. അത് മാത്രമല്ല, നിങ്ങൾ എല്ലാരും പറയും ബോഡി ഷേമിങ് പാടില്ല, ബോഡി ഷേമിങ് പാടില്ല എന്ന് നിങ്ങൾ പറയും. നമ്മൾ മിണ്ടാപ്രാണികളാണ്, നമ്മൾ എതിർക്കുവോ? അതുകൊണ്ട് നിങ്ങൾ നമ്മളെ ഇപ്പൊ ബോഡി ഷേമിങ്ങിലാക്കി വെച്ചിരിക്കുകയാണ്. എന്താ നിങ്ങള് ഇപ്പൊ ഈ ഇടയിൽ ഒരു പാട്ട് ഇറങ്ങില്ലേ, കരി പിടിച്ച തത്തമ്മ. കറുത്ത തത്തമ്മ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ചെറകിന്റെ പുറകിൽ ഒരു അല്പം കരി പിടിച്ചിട്ടുണ്ടോ നോക്കി. അയ്യോ, അത് അങ്ങനത്തതല്ലെന്ന്. ഇത് നമ്മൾ ആണും പെണ്ണും വ്യത്യാസം എന്ന് പറഞ്ഞാണ്. പിന്നെ ഈ ഇങ്ങനെ കളർ വ്യത്യാസം വരും. എത്ര ഉള്ളല്ലേ? എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മളെ മോശമാക്കാൻ വേണ്ടിട്ടല്ലേ അങ്ങനെയൊക്കെ പാട്ടുകൾ എഴുതി വിടുന്നത്. അതെ, ഇതുവരെ തത്തകളോട് ചെയ്ത എല്ലാ തെറ്റുകൾക്കും ഞങ്ങളുടെ ഭാഗത്ത് നിന്നിപ്പോ ഞങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ ചെയ്തു തരാൻ പറ്റിയത് പറ്റി. അതുപോലെ തന്നെ ഇനിയും നിങ്ങൾ ഇവിടെ നിന്നാ ഷുഗർ കുറഞ്ഞ് തത്ത തലയിറങ്ങി വീഴും. ഞങ്ങൾക്ക് അവസരം തരണം. അവസരം അതൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യും. നമുക്ക് മറ്റേ ചരമദിനമാണ്, നമുക്ക് അവിടെ പോയിട്ട് മെഴുതിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കണം. അതിനു വേണ്ടി ഇറങ്ങിയപ്പോഴാണ് വന്നത്. അവസരം ബലിയിടണം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം മറക്കല്ലേ രമേശ്? വേഷം തരും, നമുക്ക് തരുമല്ലോ. ഉറപ്പായിട്ടും തരും. തത്തമേ പൂച്ച പൂച്ച പച്ചപ്പാനന്ദത്തെ പുന്നാര